അദ്ദേഹം പറഞ്ഞ ഒരു ചാനലിൽ അദ്ദേഹം കൊടുത്ത ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ വന്ന ഒരു പ്രൊവോക്കേഷനിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനം. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് ഞാൻ ഇവിടുത്തെ തീവ്രവാദ സംഘടനകളെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇങ്ങനെ കേസെടുക്കാനാണെങ്കിൽ ഇവിടെ ആഴ്ചയിൽ 10 കേസ് വീതം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ PC ജോർജിൻ്റെ കാര്യം വരുമ്പോൾ പിണറായി വിജയന് പ്രത്യേക നിർബന്ധ ബുദ്ധികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല, ഇത് വൺ സൈഡ് മതേതരത്വമാണ്. ഇത് ചില ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പിണറായിയും പിണറായി എന്ന് മാത്രമല്ല ഇവിടുത്തെ 2 മുന്നണികളും നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് PC ജോർജിനെതിരെയുള്ള ഈ കടന്നുകയറ്റം. അതിനെ നിയമപരമായി വലിയ രീതിയിലുള്ള അലിഗേഷൻസാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയുടെ മുമ്പിൽ വെച്ചത്. ഹൈക്കോടതി ബെയിൽ റിജക്റ്റ് ചെയ്തു. നാളെ കോടതിയിൽ ഹാജരാക്കും. നാളെ കോടതി ഇരാറ്റുപേട്ട സ്റ്റേഷനിൽ ഹാജരാകും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി തന്നെ നേരിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കിടയിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ഇപ്പോഴത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാവരും പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പൊതുസമൂഹം തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വർദ്ധിച്ചു വരുന്ന, പ്രത്യേകിച്ചും ഞാൻ നിൽക്കുന്ന ഇരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് പോലീസ് റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, ഏറ്റവും അധികം ഈ STPയുമായി ബന്ധപ്പെട്ടും PFIയുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇരാറ്റുപേട്ട എന്നാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്ത ഒരു നാട് ഒരു തീവ്രവാദ സംഘടനകളുടെ പിടിയിലേക്ക് പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാന്നുള്ള കടമ അദ്ദേഹം കാണിച്ചു. ആ കടമ ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. അതിന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വന്നിട്ടുള്ള കുഴപ്പമുണ്ടെങ്കിൽ അത് നിരുപാധികം അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കേസുകളിലൂടെ PC ജോർജിനെ നിശബ്ദമാക്കാം, അല്ലെങ്കിൽ PC ജോർജിന് ഉന്നയിച്ചിട്ടുള്ള ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ PC ജോർജിൻ്റെ പോരാട്ടത്തെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അമർച്ച ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്.